നമസ്കാരം. ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന പ്രത്യേകതയോടെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം പണി കഴിക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇതും ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒളിക്യാമറ ഉപയോഗിച്ച് അയോധ്യ രാമക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി. ഗുജറാത്ത് വഡോദര സ്വദേശി ജയകുമാറിനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കണ്ണടയിൽ ഘടിപ്പിച്ച ഒളിക്യാമറയിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഭാര്യയ്ക്കൊപ്പമാണ് ഇയാൾ ക്ഷേത്രത്തിലെത്തിയത്. ഗ്ലാസിന്റെ ഇരുവശത്തും ക്യാമറയുണ്ട്. ക്യാമറ പ്രവർത്തിപ്പിക്കാനുള്ള ബട്ടൺ അമർത്തിയതോടെയാണ് ഫ്ലാറ്റ് ലൈറ്റ് പ്രകാശിച്ചത്. ചെക്ക് ഇൻ പോയിന്റ് കടന്ന ഇയാൾ ക്ഷേത്രത്തിന്റെ മെയിൻ ഗേറ്റിലേക്ക് കടക്കാനിരിക്കെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ പിടികൂടിയത്. ചോദ്യം ചെയ്തതിൽ നിന്നാണ് കണ്ണടയിൽ ക്യാമറ ഘടിപ്പിച്ച വിവരം യുവാവ് വ്യക്തമാക്കിയത്. ഇയാൾക്ക് നേരത്തെ എന്തെങ്കിലും കേസിൽ ബന്ധമുള്ളതായി വിവരമില്ല. വഡോദരയിൽ വ്യവസായിയാണ് ഇയാൾ. 50,000 രൂപയാണ് കണ്ണട വാങ്ങിയതെന്നും യുവാവ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. പോലീസും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി രാം മന്ദിർ സമുച്ചയത്തിൽ മൊബൈൽ ഫോണുകൾക്കും ക്യാമറകൾക്കും കർശനമായ നിരോധനം നടപ്പാക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഒരു പദ്ധതിയുടെ ഭാഗമാണോ എന്നും ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ നീണ്ട 500 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ജനുവരി 22-ന് അയോധ്യയിൽ രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയത്. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. പ്രതിദിനം 1 ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത്. നീണ്ട 500 വർഷത്തെ ഭക്തരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രം പണിതുയർത്തുന്ന മോദി സർക്കാരിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയത്. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയതും നമ്മൾ കണ്ടു. വെബ് ഡെസ്ക് തത്തുമൈ TV.